നമസ്കാരം. നാടിനെ നടുക്കിയ സാവരിയ ബസന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതിഷേധം ശക്തമാകുകയാണ്. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP. സാവരിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം മാത്രമാണ് മാർഗമെന്നാണ് BJP നേതാക്കളുടെ ആരോപണം. സംസ്ഥാന സർക്കാരും നോർക്കയും കുടുംബത്തിന് ആവശ്യമായ പിന്തുണ നൽകിയില്ലെന്നും വിഷയത്തിൽ പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വം പാലിക്കുന്ന മൗനം ആശങ്കാജനകമാണെന്നും BJP ആരോപിക്കുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും സായാഹ്ന ധർണയും പ്രതിഷേധാഗ്നിയും സംഘടിപ്പിക്കുമെന്ന് BJP അറിയിച്ചു. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു വരുന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ സന്ദീപ് വചസ്പതി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമസ്കാരം. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് ഇത്തരത്തിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തന്നെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹരിപ്പാട് സ്വദേശിനിയായ കുമാരി സാവരിയ ബസന്തിന്റെ മരണം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് നമുക്കെല്ലാവരും ആ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം തുടരുന്ന മൗനം അത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറെ അപകടകരമാണ് എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. കേരളത്തിന്റെ സാംസ്കാരിക രംഗം, കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം, കേരളത്തിന്റെ സാമൂഹ്യ രംഗം ഇവിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ പോലും സാവരിയ ബസന്തിന്റെ മരണത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാൻ തയ്യാറാകാത്തത് കേരളം എത്തപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ ആഴമാണ് വെളിവാക്കുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ ഒരു നായക്കുട്ടി മരിച്ചാൽ പോലും അത് സംഘപരിവാർ ഫാസിസമാണ് എന്ന തരത്തിൽ മുറവിളി കൂട്ടുന്ന ഒരു നേതാവും സാവരിയ ബസന്തിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ തയ്യാറാകാത്തത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഏതൊരു പുരോഗമന സമൂഹത്തിന്റെയും ആ സമൂഹത്തെ നയിക്കുന്ന നേതാക്കന്മാരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വം. അക്കാര്യത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വം അമ്പേ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ സംസ്ഥാന സർക്കാരും കേരളത്തിന്റെ പൊതുസമൂഹവും പുലർത്തുന്ന ഒരു മൗനം അല്ലെങ്കിൽ ഉദാസീന മനസ്ഥിതി അത് നിരവധി ചോദ്യങ്ങളാണ് അവശേഷിപ്പിക്കുന്നത്. രാജ്യത്ത് ചെന്ന് ആ കേസ് ഫയൽ പരിശോധിക്കാൻ, നിയമപരമായി ആ കേസിന്റെ പ്രൊസീഡിംഗ്സിൽ ഇടപെടാൻ, അവിടുത്തെ പൗരന്മാരെ ചോദ്യം ചെയ്യാൻ, ആ പ്രിമിസസ് സന്ദർശിക്കാൻ ഒക്കെ അവകാശവും അധികാരവും കിട്ടുന്നത് അവരുടെ പോലീസ് ഒഴിച്ചു നിർത്തിയ അന്താരാഷ്ട്ര പോലീസിനാണ്. ആ അന്താരാഷ്ട്ര പോലീസ് എന്നുള്ളത് ഇന്ത്യയിലെ CBI ആണ്. അപ്പൊ സ്വാഭാവികമായും ഈ കേസിൽ CBIയെ ഒഴിവാക്കി നിർത്താൻ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ആ ഭീഷണിക്ക്, ആ പ്രലോഭനത്തിന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും വഴങ്ങരുത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യം. ഈ സാവരിയ ബസന്ത് വധക്കേസ് CBI ഏറ്റെടുക്കണം, അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സംസ്ഥാന മന്ത്രിസഭ തയ്യാറാണ്. ആ വീട്ടിൽ ചെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ആ വീട് സന്ദർശിച്ചു. ആ കുഞ്ഞിന്റെ ഫോട്ടോസ് കാണുകയുണ്ടായി. മനുഷ്യ മനസാക്ഷിയുള്ള ഒരാള് രണ്ടാമതൊരു നോട്ടം ആ ഫോട്ടോയിലേക്ക് നോക്കാൻ നമുക്ക് സാധ്യമല്ല. ഇപ്പൊ നമ്മൾ പുറത്തു വന്ന വാർത്ത എന്താ? എന്തോ ഒരു പ്രകോപനം കൊണ്ട് ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചു എന്നല്ലേ? അത് തീർത്തും വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെയല്ലേ ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ മൃതദേഹം കണ്ടാൽ, ആ മൃതദേഹത്തിന്റെ പിക്ചർ കണ്ടാൽ ഒരാളും അങ്ങനെ പറയും. നമുക്കറിയാം, കൂട്ടുകാരെ താമസിക്കുന്നു, ഒരു പ്രകോപനം ഉണ്ടായി, ഒരാളെ മർദ്ദിച്ചു, അപ്പോൾ മരിച്ചുപോയി. അത് വേണമെങ്കിൽ ഒരു കയ്യബദ്ധം എന്ന് പറയാം. ഇത് അങ്ങനെയല്ല. തലമുടി മുതൽ കാൽ വിരൽ വരെ ഓരോ ഇഞ്ചും ആ കുഞ്ഞിന്റെ അടിച്ച് ചതച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ആർക്കും പരിശോധിക്കാം. നിങ്ങൾ ആ വീട്ടിൽ ചെന്നാൽ ആ കുട്ടിയുടെ ബന്ധുവിന്റെ കയ്യിൽ ആ ഫോട്ടോയുണ്ട്. 4 ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഞാൻ ഒറ്റ തവണ ആ ഫോട്ടോ കണ്ടുള്ളൂ. നമ്മുടെ നെറ്റി മുതൽ പാദം വരെ അടിച്ച് ചതച്ചിട്ടുണ്ട്. കരിനീലിച്ച പാടുകളാണ് എല്ലായിടത്തും. ഒരു സ്ത്രീയുടെ രഹസ്യ ഭാഗങ്ങളിൽ അടക്കം അതിക്രൂരമായ മർദ്ദനം ആ കുഞ്ഞേറ്റിട്ടുണ്ട്. എന്താണ് ആ പെൺകുഞ്ഞ് ചെയ്ത തെറ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്ര അലംഭാവം ഇതിനോട് കാണിക്കുന്നത്? എന്ത് ഉദാസീനതയാണ്? ആ പെൺകുട്ടി ഹിന്ദു ആയി പോയി എന്നുള്ളതാണോ തെറ്റ്? കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് യാതൊരു അവകാശങ്ങളുമില്ലേ? കേരളത്തെ ഹൈന്ദവ സമൂഹത്തെ രണ്ടാം കിട പൗരന്മാരായിട്ടാണോ കേരളത്തിന്റെ സർക്കാർ കാണുന്നത്? ഞാൻ
ചോദ്യം. ഇപ്പൊ ഈ BJP-ക്കാരൻ വർഗീയത പറയുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സാവരിയയുടെ പേര് മറ്റൊരു പേരായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നു കേരളം പ്രതികരിക്കുക? അപ്പൊ ഇത് ചോദ്യം ചെയ്യുന്നവരെ വർഗീയവാദികളായി അധിക്ഷേപിച്ചിട്ടോ ഞങ്ങളെ അടിച്ചിരുത്തിയിട്ടോ ഒരു കഥയുമില്ല. ഇത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ കേരളത്തിലെ ഹൈന്ദവ ജനവിഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽ ജനിക്കാത്തവർ, അവരെല്ലാവരും രണ്ടാംകിട പൗരന്മാർക്കാണ്. അവർക്കൊക്കെ നാൽക്കാലികൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കാൻ പാടില്ല എന്ന തീരുമാനം ആരുടേതാണ്? നമ്മുടെ പെൺമക്കൾ ആരും ഇനി പുറത്തിറങ്ങണ്ടേ? അവരെ കൊണ്ടുപോകാൻ വലവിരിച്ചിരിക്കുന്ന കഴുകന്മാരെ കൂട്ടാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ലേ? ഈ ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ പൊതുസമൂഹം ഉത്തരം പറയണം. ഈ ചോദ്യങ്ങളെ പൊതുസമൂഹം അഡ്രസ് ചെയ്യണം. സാവരിയുടെ കുടുംബത്തോടൊപ്പം കേരളത്തിന്റെ എല്ലാവരും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നിൽക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഉസ്ബെക്കിസ്ഥാനിലെത്തിയ ഈ പെൺകുട്ടിയുടെ ബന്ധുവിനോട് നിങ്ങളത് ആലോചിച്ച് നോക്കണം. അദ്ദേഹം ദുബായിൽ നിന്നും നേരിട്ട് അവിടേക്ക് എത്തുകയാണ്. ഈ സാവരിയയും ഇന്നിപ്പോൾ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആനം എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ഒരു വർഷമേ ആയിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയിട്ട് രണ്ടുപേരും 1-ാം വർഷ വിദ്യാർത്ഥികളാണ് അല്ലെ. ഈ ചെറുപ്പക്കാരനെ, ഈ പ്രതിയെ കേസിൽ നിന്നും രക്ഷിക്കണം, ഈ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ സ്വദേശികൾ എന്തിനാണ് രംഗപ്രവേശം ചെയ്തത്? എന്താണ് ഈ ഒരു വർഷം കൊണ്ട് ഇയാൾക്ക് ഉസ്ബെക്കിസ്ഥാനോട് ഇത്ര അഗാധമായ ബന്ധം? ആരാണ് ഇയാളെ ഉസ്ബെക്കിസ്ഥാനെ സ്പോൺസർ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ആരുടെയെങ്കിലും നിർദ്ദേശങ്ങൾ മേടിച്ചിട്ടായിരുന്നോ ഈ വിദ്യാർത്ഥി അവിടെ എത്തിയത്? ഇത്തരം എത്രയോ സംശയങ്ങൾ നമ്മുടെ മുൻപാകെയുണ്ട്. അവിടെ ചെന്നിറങ്ങിയ സാവരിയുടെ ബന്ധുവിനോട് നമുക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കണം, ഈ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? അതോ നമുക്കാർക്കും പെൺമക്കളില്ലേ? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് ഞാൻ മനസ്സിലാക്കാറുണ്ട് ആൺമക്കളാണ്. അവർക്ക് ഭാര്യമാരില്ലേ? അവർക്ക് കുഞ്ഞുങ്ങളില്ലേ? നമ്മുടെ ഭാവി തലമുറ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ കാണുന്നതിനപ്പുറത്തേക്ക് ദയവായി സമഗ്രമായ ഒരു അന്വേഷണത്തിന് തയ്യാറാകണം. നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാനുണ്ട്. CBI അന്വേഷണത്തിനല്ലാതെ മറ്റൊരു അന്വേഷണത്തിനും ഇക്കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, സാവരിയ കൊലക്കേസ് CBI അന്വേഷിക്കണം. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റന്നാളിൽ ബുധനാഴ്ച ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എല്ലാ മണ്ഡല കേന്ദ്രങ്ങളിലും സായാഹ്ന ധർണയും പ്രതിഷേധ അഗ്നിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 100 കണക്കിന് അമ്മമാരെ, സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഞങ്ങൾ ആ പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ സാവരിയയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ, എന്തായാലും സാവരിയ BJP-കാരിയാണ്, ആ കുടുംബം BJP-കാരാണ് എന്നൊന്നും ആരും പറയും. പക്ഷേ നീതി നിഷേധിച്ച ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ അതിനുവേണ്ട പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി ആരംഭിക്കും. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ആലപ്പുഴ ജില്ലയുടെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡല കേന്ദ്രങ്ങളിലും ബുധനാഴ്ച വൈകുന്നേരം പ്രതിഷേധാഗ്നിയും സായാഹ്ന ധർണയും സംഘടിപ്പിക്കും. സാവരിയ ബസന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി സമരപരിപാടികൾ ശക്തമാക്കാനാണ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ BJP-യുടെ തീരുമാനം. വിഷയത്തിൽ സർക്കാർ നിലപാട് എന്തായിരിക്കും, അന്വേഷണത്തിന്റെ ഭാവി എന്താകുമെന്നത് ഇനി കാത്തിരുന്നു കാണേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.